ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ജാതി അധിക്ഷേപത്തിൽ പരാതി നൽകിയ എസ്.എഫ്.ഐ. കേരള സർവകലാശാല പ്രോ ചാൻസലർക്കും SC/ST കമ്മീഷനും എസ്.എഫ്.ഐ. ജില്ലാ സെക്രട്ടറി M.A. നന്ദനാണ് പരാതി നൽകിയത്. ബി.ജെ.പി. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ വിനോദ് കുമാർ, ഡോക്ടർ P.S. ഗോപകുമാർ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയത്. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, ഈ വിജയകുമാരിയെ ന്യായീകരിക്കാൻ വേണ്ടി ഈ ഭക്ഷണം വിളമ്പുന്നത് ദളിതാണെന്നൊക്കെ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ പ്രധാന വിഷയമായി ഉയർന്നത്. ഇതിനെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും മറ്റും പരാതി നൽകാനായി എസ്.എഫ്.ഐ. ഒരുങ്ങുന്നത്, അല്ലേ? തീർച്ചയായും അജിംഷാദ്, ഈ പരാതി ഇപ്പോൾ അവർ നൽകിയിട്ടുണ്ട്. അതായത് ബി.ജെ.പിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ രണ്ടുപേരാണ്, ഡോക്ടർ വിനോദ് കുമാറും ഡോക്ടർ P.S. ഗോപകുമാറും. ഇവർ രണ്ടുപേരുമായിരുന്നു കഴിഞ്ഞ ദിവസം സെനറ്റ് യോഗത്തിനിടെ പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളെ കാണുന്നതിനിടയിലാണ് ഡീൻ വിജയകുമാരിയെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയത്. അതായത് ഡീൻ വിജയകുമാരിയുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നത് പോലും ഒരു ദളിതാണ് എന്നുള്ള തരത്തിലുള്ളൊരു വിവാദ പരാമർശം നടത്തി. അതോടൊപ്പം തന്നെ അവിടെ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഇതൊരു ദളിത് വിദ്യാർത്ഥിയാണ് എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത്. അത് ശരിയായ നടപടിയല്ല എന്നുള്ള കാര്യവും, ഇത്തരത്തിൽ ജാതി വിവേചനം പരസ്യമായി കാണിക്കുന്നത് ശരിയല്ല, അത് അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന എസ്.എഫ്.ഐ. പ്രവർത്തകർ അതിനെതിരെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതിലാണ് ഇപ്പോൾ കേരള സർവകലാശാല പ്രോ ചാൻസലറായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം തന്നെ SC/ST കമ്മീഷനും എസ്.എഫ്.ഐ. ജില്ലാ സെക്രട്ടറി M.A. നന്ദൻ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ നടപടി സ്വീകരിക്കണം, ജാതി അധിക്ഷേപത്തിനെതിരെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യമാണ് പ്രോ ചാൻസലർക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ ആവശ്യപ്പെടുന്നത്. SC/ST കമ്മീഷന് SC/ST അട്രോസിറ്റിയുടെ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കേസെടുക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇവർ രണ്ടുപേരും പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയാണ് ഈ വിവാദമായ പരാമർശം എന്ന് പറയുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തെളിവുകൾ അടക്കമുണ്ട്. അതടക്കമാണ് ഇപ്പോൾ ഈ പരാതി എസ്.എഫ്.ഐ. നൽകിയിരിക്കുന്നത്. തീർച്ചയായും ബി.ജെ.പിയുടെ ജാതി അധിക്ഷേപത്തിനെതിരെ, ദളിത് വിരുദ്ധതയ്ക്കെതിരെ ഇതാ എസ്.എഫ്.ഐ. നിയമ പോരാട്ടം കൂടി നടത്തുന്നു. രാഷ്ട്രീയ സമരങ്ങൾക്കൊപ്പം. ഷീജയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.